കഴിഞ്ഞ പൂരം പുലർച്ചെ നടക്കേണ്ട 3 മണിക്ക് മറ്റും നടക്കേണ്ടിയിരുന്ന പൂരം വെടിക്കെട്ട് ഒടുവിൽ പകൽ വെളിച്ചത്തിൽ 7:15 നടത്തേണ്ടി വന്നു. പോലീസുമായി പല ഘട്ടങ്ങളിൽ അവിടെ തർക്കമുണ്ടാകുന്നുണ്ടായിരുന്നു. ഇതൊക്കെ ആരോ തയ്യാറാക്കിയ ഒരു പ്ലാന്റ് തിരക്കഥയാണ്, തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള തിരക്കഥയാണ് എന്ന സംശയം ഇപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിലുണ്ട്. പക്ഷെ അന്വേഷണം എങ്ങും എത്താതെ പോകുമ്പോൾ അടുത്ത പൂരദിനത്തിലേക്ക് എത്തുമ്പോൾ തൃശ്ശൂർക്കാർ പറയുന്നത് എന്താണ്? അതായത് കഴിഞ്ഞ പൂരത്തിൻ്റെ വിഷയങ്ങൾ ഇതുവരേക്കും എന്താണ് എന്നുള്ള ഒരു ഉത്തരം ഇതുവരേക്കും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ്. ആ ഉത്തരം എന്തുകൊണ്ട് ലഭിക്കുന്നില്ല എന്നുള്ള ചോദ്യമാണ് തൃശ്ശൂരിൽ നിന്ന് ഉയരുന്നത്. അതായത് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ കണ്ടതാണ്. അതായത് യാതൊരു വിധത്തിലും ഈ പൂരം എങ്ങനെയാണ് ഈ ഒരു ചരിത്രത്തിലില്ലാത്ത വിധം അലങ്കോലപ്പെടാനുള്ള ഒരു കാരണം എന്താണ് എന്നുള്ളതിൻ്റെ ഉത്തരം. അതിന് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അന്വേഷണങ്ങൾ പലത് പ്രഖ്യാപിച്ചു, അതുപോലെ തന്നെ പല വിധത്തിലുള്ള ചർച്ചകളൊക്കെ നടന്നു. പക്ഷേ അതൊന്നും തന്നെ അതിൽ ഒരു പരിസമാപ്തിയാവുകയോ അല്ലെങ്കിൽ ഒരു കൃത്യമായ ഒരു ഉത്തരത്തിലേക്ക് എത്തുകയോ ഒന്നും തന്നെ ചെയ്തില്ല. ഈ അടുത്ത ഒരു പൂരമെത്തി, ഇന്നിപ്പോൾ പൂര വിളംബരമാണ്, നാളെ തൃശ്ശൂർ പൂരമാണ്. ഇതുവരേക്കും ആ കഴിഞ്ഞ പൂരത്തിൻ്റെ ഒരു ഏറ്റവും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത കുറേ ഓർമ്മകളുണ്ട്. ആ ഓർമ്മകളൊക്കെ തന്നെ ഇപ്പോഴും എല്ലാവരുടെയും മനസ്സിൽ തന്നെയുണ്ട്. അങ്ങനെ ഒരു പൂരം ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളത് തന്നെയാണ് തൃശ്ശൂർക്കാർ പറയുന്നത്. എന്തായാലും ഇപ്പോൾ ഈ ദേവസ്വങ്ങളുമായി നമ്മൾ ബന്ധപ്പെട്ടു, അതിനോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട അന്ന് ഈ വിവാദത്തിൽ ഉൾപ്പെട്ടിരുന്ന എല്ലാവരുമായും ബന്ധപ്പെട്ടിരുന്ന, അപ്പോൾ എല്ലാവരും പറയുന്ന ഒരേ കാര്യം തന്നെയാണ്, അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, ഇനിയിപ്പോൾ അതിലേക്കൊന്നും പോകേണ്ടതില്ല എന്നുള്ള ഒരു കാര്യമാണ്. കാരണം അത് മറ്റൊന്നുമല്ല, അടുത്തൊരു പൂരമായി, ഇനി എത്ര നാൾ ഇതിനു വേണ്ടിയുള്ള ഒരു ഉത്തരം തേടി നടക്കും. അതുകൊണ്ട് തങ്ങളുടെ വഴിക്ക് പോകുന്നു, അന്വേഷണമൊക്കെ അതിൻ്റെ വഴിക്ക് പോകട്ടെ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ദേവസ്വങ്ങളായാലും അതുപോലെ തന്നെ ഇതും അടുത്ത് പ്രവർത്തിക്കുന്ന പൂരവുമായി കഴിഞ്ഞ തവണ ഈ വിവാദങ്ങൾക്ക് ശേഷം ദേവസ്വം ബോർഡൊക്കെ എടുത്തൊരു നിലപാട്, കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെയും തൃശ്ശൂർ കോർപ്പറേഷന്റെയും അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെയും നേതൃത്വത്തിൽ ഒരു ഉന്നതാധികാര സമിതി വെക്കണം, അങ്ങനെ ആ സമിതിയുടെ നിയന്ത്രണത്തിലായിരിക്കണം എല്ലാ കാര്യങ്ങളും നടക്കുകയാണ്. പോലീസ് ഏകപക്ഷീയമായി പ്രവർത്തിച്ചു, അവിടെ മറ്റാർക്കും സ്ഥാനമുണ്ടായിരുന്നില്ല, ഇടപെടാനുള്ള അവസരമുണ്ടായില്ല എന്നതായിരുന്നല്ലോ വലിയ ആക്ഷയം. ഇക്കുറി നടത്തിപ്പിൽ എന്തൊക്കെ മാറ്റങ്ങളാണ്, ആരാണ് അവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക? ഇപ്പോൾ 2 ദേവസ്വങ്ങളുടെയും ഭാഗത്ത് നിന്ന്, അവിടുത്തെ പ്രാദേശിക ദേവസ്വങ്ങളുടെ ഭാഗത്ത് നിന്ന് നിരവധി ആളുകൾ അവിടേക്ക് ഇതിന്റെ ഒരുക്കവുമായി ബന്ധപ്പെട്ട് മറ്റും എത്തുമ്പോൾ അവരെ തടഞ്ഞതടക്കമാണല്ലോ പ്രശ്നങ്ങൾക്ക് തുടക്കം. ഇക്കുറി അക്കാര്യത്തിലൊക്കെ ഒരു വ്യക്തതയും എണ്ണത്തിലെ ക്ലിപ്തതയും ഒക്കെ ഉണ്ടോ? ആരാണ് നിയന്ത്രിക്കുന്നത്? അതായത് ഇത്തവണ എല്ലാവരുടെ ഭാഗത്തുനിന്നും കൃത്യമായ ഒരു ജാഗ്രത കാണിക്കുന്നത്, അത് പോലീസിൻ്റെ ഭാഗത്തുനിന്നായാലും, അതായത് പോലീസ് എണ്ണത്തിൽ കൂടുതലുണ്ട്. കഴിഞ്ഞ തവണ 3000 പോലീസുകാരായിരുന്നെങ്കിൽ ഇത്തവണ 4000-ലധികം പോലീസുകാരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോൾ പോലും യാതൊരു വിധത്തിലും, ഇന്നലെ സാമ്പിൾ വെടിക്കെട്ട് നടന്നു, കഴിഞ്ഞ സാമ്പിൾ വെടിക്കെട്ടിനൊക്കെ വലിയ നിയന്ത്രണങ്ങളായിരുന്നു. ഇത്തവണത്തെ സാമ്പിൾ വെടിക്കെട്ട് ഇന്നലെ കഴിഞ്ഞ സമയത്ത് യാതൊരു വിധത്തിലും കടുത്ത നിയന്ത്രണങ്ങളില്ല. മുൻപ് എങ്ങനെയാണോ പണ്ട് ഈ കടുത്ത നിയന്ത്രണങ്ങൾ ഉണ്ടാകുന്നതിന് തൊട്ട് മുൻപ് എങ്ങനെയാണോ സാമ്പിൾ വെടിക്കെട്ട് കാണാൻ കഴിഞ്ഞത്, അതിനോട് അത്തരത്തിൽ സാമ്പിൾ വെടിക്കെട്ട് കാണാനായുള്ള ഒരു അവസരമൊക്കെ ഒരുങ്ങിയിരുന്നു. പെസോയുടെ ഒരു മാർഗ്ഗനിർദ്ദേശങ്ങൾ പ്രകാരം ദൂരപരിധി അല്പം കൂടുതലായിരുന്നു എങ്കിൽ പോലും ആ ഒരു പ്രധാന വെടിക്കെട്ട് കഴിഞ്ഞ് ആളുകളെ റൗണ്ടിലേക്കൊക്കെ പ്രവേശിപ്പിക്കാനൊക്കെ കഴിഞ്ഞിരുന്നു. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഒരു പ്രശ്നത്തിന് ശേഷം ഇത്തവണത്തെ പൂരത്തിൽ യാതൊരു വിധത്തിലുള്ള വിഷയങ്ങളും ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടി ഏകദേശം 2 മാസം മുൻപ് മുതൽ തന്നെ ഇതിൻ്റെ കൃത്യമായ അവലോകന യോഗങ്ങൾ ചേർന്ന് എല്ലാവരുടെയും, ഒരാൾക്കല്ല നിയന്ത്രണം, അതായത് ഒരു ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ജില്ലയിലെ 2 മന്ത്രിമാരും ഉൾപ്പെടെയുള്ളവരുടെ ഒരു സംഘം, ആ സംഘത്തിൻ്റെ കീഴിൽ വിവിധ ചെറു സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് പലവിധ കാര്യങ്ങൾ ചെയ്യുന്നത്. പോലീസിന് ഏകപക്ഷീയമായി ഇവിടെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുമാത്രമല്ല, ജില്ലാ കളക്ടർക്കായാലും അങ്ങനെ ഏകപക്ഷീയമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. അങ്ങനെ ആർക്കും ഒരു ഏകപക്ഷീയമായ ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. പക്ഷേ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് മാത്രമേ ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ കടുത്ത നിയന്ത്രണങ്ങളൊന്നും തന്നെ ഇല്ല. അതിനോടൊപ്പം തന്നെ ആളുകൾക്ക് സുഗമമായി പൂരം കാണാൻ കഴിയുമെന്നുള്ളതാണ്. നേരത്തെ ഈ വെടിക്കെട്ടിന് ആളുകളെ തടയുന്നതുമായി ബന്ധപ്പെട്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ വളരെ രൂക്ഷമാകാനുള്ള കാരണം. അങ്ങനെ രൂക്ഷമാകാതിരിക്കുന്നതിന് വേണ്ടി ഇത്തവണ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. ആളുകളെ കൂടുതലായി സ്വരാജ് റൗണ്ടിലേക്ക് കയറ്റാനായുള്ള നടപടികളൊക്കെ തന്നെ ഇത്തവണ സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെ ഇത്തവണത്തെ പൂരം എന്തായാലും അതിഗംഭീരമായി തന്നെ നടക്കും എന്നുള്ള ഒരു ഉറപ്പ് തന്നെയാണ് എല്ലാവരും നൽകുന്നത്. കഴിഞ്ഞ തവണ എല്ലാവരും തെക്കേ ഗോപുര നടയിൽ നിന്നാണ് MS ലിഷോയ് ഈ വിവരങ്ങൾ നൽകുന്നത്.